ഏതൊരു ജോലിക്കും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അടിസ്ഥാനം ശരിയല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും ശരിയായി വരില്ല. കെട്ടിട നിർമ്മാണ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അടിസ്ഥാനം എന്ന് പറയുന്നത്, അഥവാ ഫൗണ്ടേഷൻ. ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല രീതിയിലാണ് ഫൗണ്ടേഷൻ ചെയ്യാറുള്ളത്. റബിൾ മെഷീനറി, അതുപോലെ തന്നെ കുളം ഫൂട്ടിങ്, പൈലിങ്, ഇങ്ങനെ ഒട്ടനവധി മെത്തേഡുകൾ. നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വീടിന് ഏത് തരത്തിലുള്ള ഫൗണ്ടേഷനാണ് വേണ്ടതെന്ന് ആ പ്രദേശത്തെ മണ്ണിൻ്റെ ഘടന, അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലോഡ് ബെയറിങ്, ആ ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ എർത്ത് എക്സ്കവേഷൻ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. ഇതിനായി സോയിൽ ടെസ്റ്റ്, എക്സ്കവേഷൻ, അതുപോലുള്ള ധാരാളം മാർഗ്ഗങ്ങൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ്. ഒരു കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ എപ്പോഴാണ് ആവശ്യമായി വരിക, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കരിങ്കല്ല്, വെട്ടുകല്ല് ഉപയോഗിച്ച് ചെയ്യുന്ന ഫൗണ്ടേഷനെ അപേക്ഷിച്ചിട്ട് ഇത്തരം കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനുകൾക്ക് എത്രത്തോളം ചിലവ് വരും എന്നൊക്കെയാണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ബ്ലോഗ്. ഏതൊരു ഫൗണ്ടേഷൻ്റെയും ബേസിക് എന്ന് പറയുന്നത് നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നും 60 സെൻറ്റിമീറ്റർ മിനിമം ഡെപ്തിലേക്ക് ഫൗണ്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു എർത്ത് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രദേശത്തെ സ്വാഭാവികമായ ആ മണ്ണിൻ്റെ ഒരു ലെവലിനെയാണ്. നമ്മുടെ ബാക്ക് ഫില്ലൊക്കെ ചെയ്ത മണ്ണാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു എർത്ത് ലെവൽ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്തരം സ്ഥലങ്ങളിൽ ഒരു 60 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല രീതിയിൽ മണ്ണിന് ഉറപ്പുണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കായിട്ട് ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ നോർമൽ രീതിയിൽ കരിങ്കൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വെട്ടുകല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഇനി ഇത് എപ്പോഴാണ് കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കരിങ്കൽ ഉപയോഗിച്ചിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഫൗണ്ടേഷൻ ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യം ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായി നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലോട്ട് ലെവലിൽ അല്ലാതെ വരിക, അതായത് നല്ല സ്ലോപ്പിൽ കിടക്കുന്ന വസ്തുക്കൾ. രണ്ടാമതായിട്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ തട്ടുകളായിട്ട് തരംതിരിച്ചിരിക്കുന്ന ഭൂമികൾ. ഇനി മറ്റൊന്ന്, നമ്മുടെ ചില പ്ലോട്ടുകളൊക്കെ റോഡ് ലെവലിൽ നിന്നും ധാരാളം താഴെയായിട്ടാണ് കാണപ്പെടുക. അപ്പോൾ മഴ പെയ്യുന്ന സമയത്തൊക്കെ വെള്ളം കുത്തി ഒലിച്ചിട്ട് നമ്മുടെ പ്ലോട്ടുകളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ റോഡ് ലെവലിനേക്കാൾ ഒരടി ഹൈറ്റിലോ അല്ലെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെ ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇത്തരം കോളം ഫൂട്ടിങ്ങുകളിലേക്കാണ് നമ്മൾ പോകാറുള്ളത്. മൂന്നാമതായി, താഴ്ചയിൽ കിടക്കുന്ന പല പ്ലോട്ടുകളിലേക്കും പുറമേ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ചതുപ്പ് പ്രദേശങ്ങളിലും ഒരു 1 or 2 അടി താഴ്ചയിലേക്ക് എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ജലത്തിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇത്തരം കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. സാധാരണ നമ്മളൊരു നോർമൽ ഫൗണ്ടേഷൻ ചെയ്യുന്നതിലുപരി ഇത്തരം കോളം ഫൂട്ടിംഗ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായം ആവശ്യമാണ്. കാരണം ഇതിൽ ധാരാളമായിട്ട് RCC സ്ട്രക്ചർ വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർക്കാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള രൂപങ്ങൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കുക. ഒരു കോളം ഫൂട്ടിങ്ങിൻ്റെ ആദ്യ പടി എന്നത് നമ്മുടെ കൈവശമുള്ള ബിൽഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് അതിൻ്റെ ജംഗ്ഷൻ പോയിന്റുകൾ മാർക്ക് ചെയ്തതിനു ശേഷം അതിൽ വരുന്ന സ്പാനുകളിലേക്ക് എത്ര ഡിസ്റ്റൻസിൽ ഏത് അളവുകളിൽ പില്ലറുകൾ സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതാണ്. ഈ ഒരു സ്പാൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ പില്ലറുകളുടെ സൈസ്, ഇതിലേക്ക് എത്ര സ്റ്റീൽ, എത്ര നമ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ഒരു പില്ലറുകളെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പില്ലറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന പ്ലിന്ത് ബീമിൻ്റെ സൈസ്, അതിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റീൽ ബാറുകളുടെ എണ്ണം, ടോപ്പ് ബാർ എത്ര, എക്സ്ട്രാ ബാർ എത്ര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം കൺഫേം ആയതിനു ശേഷം നമ്മുടെ സൈറ്റിലേക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സെറ്റിംഗ് ഔട്ട് എക്സ്കവേഷനിലേക്ക് നമുക്ക് കടക്കാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയിലുമാണ് ഈ ഒരു പിറ്റ് എക്സ്കവേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ മുതൽ 3.5 മീറ്റർ വരെ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഉറപ്പനുസരിച്ചിട്ട് നമ്മൾ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ പിറ്റുകളുടെയും എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം കൃത്യമായ അകലത്തിലും വലിപ്പത്തിലുമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു മാൻ പവറിൽ നമുക്ക് ഈ പിറ്റുകളെല്ലാം തന്നെ വൃത്തിയാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് റാഫ്റ്റിംഗ് അഥവാ മാറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 20 സെൻറ്റിമീറ്റർ തിക്നെസ്സിലേക്ക് ഒരു PCC കോൺക്രീറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് ഇതിലേക്ക് റാഫ്റ്റിംഗ് ചെയ്യുക.
അല്ലെങ്കിൽ മാറ്റ് ചെയ്യുക. ഇതിനാവശ്യമായിട്ട് നമുക്ക് 10 സെൻറ്റിമീറ്റർ മുതൽ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഡയ മുതൽ 12 mm വരെയുള്ള സ്റ്റീലുകളാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുക. ഇതും നമ്മുടെ ആ ലോഡ് ബെയറിങ്ങിനെയൊക്കെ അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ സ്റ്റീൽ ഫിക്സ് ചെയ്യുക. ഈ ഒരു റാഫ്റ്റിങ്ങിന് ശേഷം നമ്മുടെ പ്ലംബ് ബോബ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ തൂക്കുകെട്ട എന്ന് പറയുന്ന ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് കൃത്യമായി ഇതിൻ്റെ എല്ലാം സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുളത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റീൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാധനം നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇത്തരത്തിൽ പില്ലറുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റീൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മുടെ കൈവശമുള്ള ഡ്രോയിങ് അനുസരിച്ചിട്ടുള്ള കൃത്യമായ നമ്പേഴ്സിലും അകലത്തിലും ആ ഒരു സൈസിലുമാണോ ഇത്തരം സ്റ്റീലുകൾ ഫിക്സ് ചെയ്തിരിക്കുക എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ഫൂട്ടിംഗ് ആണ്. അതിനുശേഷം എല്ലാ സ്റ്റീലുകളുടെയും ടോപ്പിലായിട്ട് നമ്മൾ കൃത്യമായി നമ്മുടെ ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലെവലിലാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം ഇതിന് മുകളിലേക്കാണ് നമ്മൾ പ്ലിന്ത് ബീം സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലെ വരുന്ന ഹൈറ്റ് വ്യത്യാസമൊക്കെ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൃത്യമായി ഏത് ഗ്രൗണ്ട് ലെവലിലാണോ നമുക്ക് നമ്മുടെ ആ ഒരു ബേസ്മെൻറ്റ് നിൽക്കേണ്ടത് ആ ലെവലിലേക്ക് ആ സ്റ്റീലിൽ കൃത്യമായി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്യുക. പില്ലറുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായതിനു ശേഷം 1-2 ദിവസങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം നനച്ചു കൊടുക്കാം. ഒരു ബെറ്റർ കോൺക്രീറ്റ് നമുക്ക് എപ്പോഴും ലഭ്യമാവുന്നത് കറക്റ്റായിട്ടുള്ള ക്യൂറിങ് കൂടി അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആ ബാക്കി വരുന്ന പോർഷനിലൊക്കെ മണ്ണ് റീഫിൽ ചെയ്ത് കൃത്യമായി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പില്ലറുകളൊക്കെ കണക്ട് ചെയ്തിട്ട് പ്ലിന്ത് ബീം ചെയ്യുക എന്നുള്ളതാണ്. പ്ലിന്ത് ബീം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മിനിമം ഒരു 15 അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് നമുക്കൊരു PCC കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം സോളിഡ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു ലെയർ ഫുള്ളായിട്ട് നമ്മൾ സോളിഡ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് നമ്മളത് ലേ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്ലിന്ത് ബീം ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റീൽ ഡയറക്റ്റ് മണ്ണിലേക്ക് ടച്ച് ചെയ്യാതിരിക്കാനും, മാത്രമല്ല പിന്നീട് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷനും ആ ഒരു പ്ലിന്ത് ബീമും തമ്മിലുള്ള ആ ഗ്രൗണ്ട് ലെവലും തമ്മിൽ ചെറിയ രീതിയിൽ ക്രാക്കുകൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സോളിഡ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്ട്രക്ചറൽ ഡ്രോയിങ് അനുസരിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായി കൃത്യമായ അളവുകളിലും വലിപ്പത്തിലും സ്റ്റീൽ റാഡുകൾ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഷട്ടറിങ്ങിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് കൃത്യമായ ഗ്യാപ്പുകളിൽ കവറിംഗ് ബ്ലോക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ കവറിംഗ് ബ്ലോക്കുകൾ ഈ ഒരു സമയത്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഷട്ടറിങ് പൂർത്തിയായതിനു ശേഷം ഒരിക്കലും ഈ ഒരു സ്റ്റീൽ നമുക്ക് ഹൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇത്തരം കവറിംഗ് ബ്ലോക്കുകൾ വെക്കാനോ സാധ്യമല്ല. പ്ലിന്ത് ബീം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ടോയ്ലറ്റുകളുടെ പ്ലിന്ത് ബീമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ടോയ്ലറ്റുകൾ എപ്പോഴും നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ മറ്റ് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 15-10 സെൻറ്റിമീറ്റർ താഴ്ചയിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പ്ലിന്ത് ബീം ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ ആ ഫ്ലോർ ലെവലൊന്നും നമുക്ക് താഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ വരും. അപ്പോൾ അത് കൃത്യമായി ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ മാത്രം ആ പ്ലിന്ത് ബീം ഷട്ടർ ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാം. ഇത്തരം ഷട്ടറുകൾ നമ്മുടെ തടി ഉപയോഗിച്ചിട്ടാണ് ഷട്ടറിങ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിന് മുമ്പ് നല്ല രീതിയിൽ ഈ തടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കോൺക്രീറ്റിലേക്കുള്ള ആ ഒരു ജലത്തിൻ്റെ മാക്സിമം അളവ് ഈ ഒരു തടി അത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ കോൺക്രീറ്റിന് വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ കോൺക്രീറ്റിൽ കൃത്യമായി വൈബ്രേറ്റർ യൂസ് ചെയ്യുക. ഇത് ഹണി കോംബ് പോലുള്ള മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു 99% വരെ പരിഹാരമാണ്. ഇനി കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യൂറിംഗ് ആണ്. നല്ല രീതിയിൽ നമുക്ക് വെള്ളം നനയ്ക്കാം. ശേഷം നമുക്ക് ഷട്ടർ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ നല്ല രീതിയിൽ സെറ്റായതിനു ശേഷം പിന്നീട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചുവരിലേക്കൊക്കെ വരുന്ന ഈർപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫംഗസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ധാരാളം കെമിക്കലുകൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. അത്തരം മെറ്റീരിയലുകളൊക്കെ ആ പറയുന്ന ആ ഒരു കോട്ടിലേക്ക് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചിതലിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ചെയ്യാം. ശേഷം നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല ഇടിച്ചുറപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്താൽ നമ്മുടെ ഒരു ബെറ്റർ ഫൗണ്ടേഷൻ റെഡിയാണ്.
ഇനി നമുക്ക് പലപ്പോഴും സംശയം വരുന്ന ഒരു കാര്യമാണ്, കുളം ഫൂട്ടിംഗ് ആണോ അല്ലെങ്കിൽ നമ്മുടെ കരിങ്കൽ ഫൗണ്ടേഷൻ ആണോ കൂടുതൽ ചിലവ്, അല്ലെങ്കിൽ ഇത് തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്, കോസ്റ്റ് എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മുടെ ആ ഒരു പ്രദേശത്തെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനൊക്കെ അപേക്ഷിച്ചിട്ടാണ് ഇത്തരത്തിൽ ഇതിൻ്റെ കോസ്റ്റിൻ്റെ വേരിയേഷൻ പറയുന്നത്. ഒരു മിനിമം ഒരിത് പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു കുളം ഫൂട്ടിങ് ചെയ്താൽ ഏകദേശം ഒരു 40 to 45% വരെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരും. പിന്നീട് ഇതിൻ്റെ ഡെപ്ത് കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ആ ഒരു കോസ്റ്റിന് വ്യത്യാസം വരികയാണ് ചെയ്യാറ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 100% ഉപകാരപ്പെടുന്ന ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.